ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 20 ഡേ 19. നോക്കണ്ട, ഞാൻ കണ്ട് പഠിച്ചു വെച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ അടി തുടങ്ങിയിരിക്കുകയാണ്. എപ്പിസോഡ് കണ്ടാ അറിയാം, അടുക്കളയിലെ അടി. അപ്പോൾ അടുക്കളയിൽ കാപ്പിപ്പൊടി ഒളിപ്പിച്ച് വെച്ചതാണ് സീൻ. കാപ്പിപ്പൊടി ഒളിപ്പിച്ച് വെക്കുന്നതിൽ ഒരു ട്രിക്ക് സാധനം ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത് ഗിസേലാണ് കാപ്പിപ്പൊടി ഒളിപ്പിച്ച് വെക്കുന്നതിന്റെ മെയിൻ ആള്. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാപ്പി കുടിക്കുന്നതും ഈ പറഞ്ഞ ജിസേൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് വേറെ ഫുഡൊന്നും കഴിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടൻ കാപ്പി ഇട്ട് കുടിക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സീസണില് ഞാനും അർജുനും സിജോ ലക്ഷറി ടാസ്ക് കിട്ടുമ്പോൾ നമുക്ക് ബ്രൂവിന്റെ കോഫി പൗഡർ കിട്ടും. നമ്മളത് മാറ്റി എടുത്തു വെക്കും. എന്നിട്ട് ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പും നമുക്ക് എനർജി ലോ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കലക്കിയെടുത്ത് കുടിക്കും. ബാക്കി ആർക്കും കൊടുക്കൂല. കഫീൻ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കുറച്ച് കഫീൻ്റെ എഫക്ട്സ് ആണത്. അതായത് പെട്ടെന്ന് നമുക്കൊരു എനർജീൻ്റെ ഒരു ഔട്ട് ബേസ്റ്റ് കിട്ടും. പിന്നെ ഒരു ഗെയിമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നല്ല കട്ടിക്ക് കാപ്പി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഇത്ര ഷോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു ഇത് കിട്ടും. കാരണം നമ്മൾ BC ലെവൽ എടുക്കുന്നില്ല, അതിനകത്ത് വേറെ പ്രോട്ടീൻ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും നല്ല സോഴ്സ്. എനിക്ക് തോന്നുന്നു ജിസേൽ അത് ഉപയോഗിക്കുന്നുണ്ടോ ആ പണിയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം അവർ കാപ്പിപ്പൊടി ഭയങ്കരമായിട്ട് അങ്ങനെ എടുത്ത് വെച്ച് കാപ്പി കുടിച്ചുകൊണ്ട് കാരണം എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കഫീൻ കൂടുതൽ കയറുമ്പോൾ നമുക്ക് ഒരു സാധനത്തേക്ക് കോൺസെൻട്രേഷനും കിട്ടും. അപ്പൊ അങ്ങനത്തെ പരിപാടി എന്തോ ഹാക്ക് ഉണ്ട്. കാരണം അവർ ഓൾറെഡി ഷോ കഴിഞ്ഞ് വന്നുകൊണ്ട് ചിലപ്പോൾ മേ ബി അവരത് മനസ്സിലാക്കി ഉപയോഗിക്കുന്നതായിരിക്കാം. ഇതൊന്നും അറിയാതെ ആര്യനും നിവിനൊക്കെ ഒപ്പം കൂടിയിട്ടുണ്ട്. പിന്നെ കാപ്പിപ്പൊടിക്ക് തുടങ്ങിയ അടിയാണെങ്കിലും ഇവിടെ വളരെ കൃത്യമാണ്. ഗിസൈലിനെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അനുമോള് മാത്രമേ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, ഒരു സാധനം പറയൂ. അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഗിസൈലിനെ എപ്പോഴും ഒരു മനുഷ്യത്വമുള്ള നല്ലൊരു സ്ത്രീയായിട്ട് കണ്ട് കൺസിഡർ ചെയ്തിട്ടാണ് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്. അവരോട് അങ്ങോട്ട് ടഫായിട്ട് ഫൈറ്റിന് ആരും പോണില്ല ജിസേലിന്റെ അടുത്ത്. പക്ഷെ എനിക്ക് തോന്നി ജിസേൽ അങ്ങോട്ട് പൊതുവെ അടി ഉണ്ടാക്കാൻ പോകാറില്ല. ഇങ്ങോട്ട് വരുമ്പോൾ നല്ലോണം പറയാന്നല്ലാതെ അങ്ങോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ചില സ്ഥലത്തുണ്ട്, ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞില്ല. അതെ, പിന്നെ അവർക്ക് നല്ലതായിട്ട് കുപ്പിയിലാക്കാൻ അറിയാം. അതെ, സോപ്പിട്ട് എടുക്കാൻ അറിയാം, എല്ലാരും പതപ്പിച്ച് നിർത്താൻ അറിയാം. നന്നായിട്ട് ചെയ്യണുണ്ട് അവര്. നല്ല ഗെയിം കളിക്കുന്നുണ്ട് എന്തായാലും അവരെ ഗെയിം. പിന്നെ ഉള്ളത് അപ്പാനിയും അക്ബറും കൂടി അവരാണ് ആദ്യം ഗ്യാങ് തുടങ്ങി. ഇപ്പൊ അവരെ ഗ്യാങ് ചുരുങ്ങി അവരെന്നെ വേറെ രണ്ട് ഗ്യാങ്ങിലായി പോയി. ലാസ്റ്റ് അവരെ ഗ്യാങ് പൊളിക്കാൻ വേണ്ടി തുടങ്ങിയ ഗ്യാങ്ങാണ് ഒനീല്, അബി, ഷാനവാസ്, ഈ ഗ്യാങ്. ഇപ്പൊ അത് ടോക്സിക് ഗ്യാങ് ആയി. അത് സത്യത്തില് ടോക്സിക് ഗ്യാങ് ആണ്. അതിൽ ഒരു തെറ്റും പറയാല്ല. ആ ഗ്യാങ് വളരെ ടോക്സിക് ആണ്. ഷാനവാസ് ഒക്കെ ആലോചിക്കുന്നുണ്ടാവും എന്തിനായാലും പെട്ടുപോയത്. കാരണം ഇന്ന് ഷാനവാസ് അതോടെ ഇരുന്നിട്ട് ഗ്യാങ് പൊളിക്കാൻ വേണ്ടി ഗ്യാങ് ഉണ്ടാക്കി ലാസ്റ്റ് അതിൽ പെട്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം പെട്ട അവസ്ഥയാണ് ഷാനവാസിന്. ഒറ്റയ്ക്ക് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ എവിടെ ഒറ്റയ്ക്ക് കളി എന്ന് പറയാൻ പറ്റില്ല. കാരണം വളരെ വിസിബിൾ ആണ് ഇവരുടെ ഗ്യാങ്. അതുകൊണ്ട് അതിന് പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. പിന്നെ അടി തുടങ്ങിയത് ഫുഡിനാണ്. ഫുഡ് ഉണ്ടാക്കുന്ന വഴിക്ക്, അടുക്കള ടീം ഫുഡ് ഉണ്ടാക്കുന്ന വഴിക്ക്. അതിൽ ഒന്നാമത്തെ സീൻ എന്താ അറിയോ, അനുമോൾ ഒരുമാതിരി അമീർ ഖാൻ പോലെ വർമ്മൻ എഫക്റ്റ് ആണ് മറ്റേ അടുക്കളയിൽ കയറി. പെർഫെക്ഷൻ. എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റിൽ നല്ല കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സമയത്തിന് സാധനം കിട്ടില്ല. രാവിലെ തിന്നേണ്ടത് ഉച്ചക്ക് വൈകുന്നേരം. അതാണ് അവിടുന്ന് ഷാനവാസ് പറഞ്ഞത്, ഒന്നുണ്ടാക്കി കഴിഞ്ഞ് മറ്റേത് ഉണ്ടാക്കാൻ നിൽക്കരുത്, പാരലായിട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നില്ല എല്ലാരും പാരലായിട്ട് ചെയ്യേണ്ടത്. ഒരു കാര്യമുണ്ട്, അതല്ല 18 പേർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ, അത് അത്ര വലിയ ഈസി ഒന്നല്ല. നമ്മുടെ സീസണിലും ഏറ്റവും കൂടുതൽ നന്നായി കുക്ക് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. അൻസിബ, ജാൻമണി, നോറ, ടപ്പ ചെയ്തോണ്ട് കുക്ക് ചെയ്തിട്ടുണ്ട് അവരൊക്കെ. ഓക്കെ, എനിക്ക് ഈ എൻറ്റയർ ഈ അനുമോളുള്ള കിച്ചൺ ടീം ലാഗാണ്. പക്ഷെ നല്ല സാധനം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ലാഗ് ആയിട്ടാണ്. അവരെന്നെ പറയുന്നുണ്ട് വായ്ക്ക് രുചിയുള്ള ഫുഡ് തരുന്നുണ്ട്, പക്ഷെ സമയത്തിന് തരുന്നില്ല. ലാഗായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സമയം നോക്കുമ്പോൾ 12 മണിക്കൊന്നും ഫുഡ് ആയിട്ടില്ല രാവിലത്തെ. അതേമാതിരി ഇന്ന് മറ്റേ സാധനം ഞങ്ങള് സ്നേഹം എനിക്ക് സ്പോട്ട് ചെയ്തൊരു സാധനമുണ്ട്. ഹൈജീന്റെ ഭയങ്കരമായിട്ട് പറയുന്ന ഒരാളാണ് അനുമോള്. ലാസ്റ്റ് മറ്റേ എന്താ കയ്യിലെടുത്തിട്ട് ചപ്പാത്തി അല്ല ദോശ അല്ല മറ്റേ ഇളക്കണ ഗോതമ്പ് ദോശക്ക് മാവ് കലക്കാണ്. മാവ് കലക്കുന്നതിന് മുന്നേ ആ ചട്ടുകല്ല പറയാ, അതിനാ കയ്യിലെന്ന് പറയാ. ഞങ്ങള് കയ്യില് പറയും, ചിലടത്ത് തവിന്ന് പറയും. ആ സാധനം എടുത്തിട്ട് ആര്യന്റെ ചന്തിക്ക് ഒരു കൊട്ട്, ഒന്നല്ല 2 കൊട്ട് കൊടുത്തിട്ട് അത് നേരെ കൊണ്ടുപോയിട്ട് പിന്നെയും അതെ ഗോതമ്പ് മാവില് ഇളക്കി അത് കൃത്യമായിട്ട് ബിഗ് ബോസ് സൂം ചെയ്തത് കാണിക്കുന്നു. ഇത് തോന്നുന്നു ഒരു പക്ഷേ ലാലേട്ടൻ ഹൈജീന്റെ കാര്യം പറഞ്ഞ അനുമോൾ എങ്ങാനും ശനിയോ ഞായറോ നീച്ച് നിന്നാ ഇതെടുത്ത് കാണിച്ചു കൊടുക്കും, ഇത് ഹൈജീൻ അല്ലേ അനുമോളെ. മിന്നാമത്തെ എപ്പിസോഡിലുള്ളതാണ് അത്. മിന്നാമത്തെ എപ്പിസോഡിലാണ്. കാരണം ഒരാളെ അയാളെ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ടും നടന്നിട്ടൊക്കെ വരുന്ന ആൾക്കാരോ,
അപ്പൊ അതിൽ പൊടിയും ചളിയൊക്കെ എന്തായാലും ഉണ്ടാവും. ആ ഡ്രസ്സ് വേർപ്പാവൂലോ? വേർപ്പും ആവാം. അപ്പൊ ആ ഡ്രസ്സില് ഇവള് ആ കയ്യിൽ എടുത്തിട്ട് നല്ലൊരു അടി അടിക്കുന്നുണ്ട്. തമാശക്ക് ചെയ്യുന്ന 2-3 അടി അടിക്കുന്നുണ്ട്. അപ്പോൾ തമാശക്ക് ചെയ്യുന്ന എന്നിട്ട് അത് എടുത്തിട്ട് ഗോതമ്പ് പൊടിയില് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്നും കഴുകുകയൊന്നും ചെയ്തില്ല. ഞാനൊക്കെ ആണെങ്കിൽ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര വൃത്തിന്റെ ആളാണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ആരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചു. കാരണം എനിക്ക് അങ്ങനത്തെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എന്തായാലും. നമ്മൾ എന്തെങ്കിലും ചെയ്തപ്പോ നമ്മളിപ്പോ ചായ ഒക്കെ ഇളക്കി മധുരം ഉണ്ടോ നോക്കിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് നമ്മൾ കഴുകിയിട്ടാണ് പിന്നെ ഇളക്കുക. അത് നമ്മൾ അന്ന് ജിസേലിന്റെ കണ്ടില്ല. പിന്നെ അതേപോലെ അത് പിന്നെ അതേപോലെ എന്താ അനുമോൾ അവിടെ കയറിയിരിക്കുന്നത് ചമ്രം പണ്ടിട്ടൊക്കെ ഇരിക്കുന്നത് ഫുഡ് ഉണ്ടാക്കുമ്പോ. എന്നിട്ട് അതിനനുസരിച്ച് മറ്റേ പൊട്ടൻ ആര്യൻ ചവിട്ടി കയറി നിന്നിട്ടാണ്. അത് എങ്ങനെയൊന്നും ആ ഭക്ഷണത്തിന് മോള് കയറി ചവിട്ടിയിട്ടാണ് നിക്കണത്. കാണിച്ചു കൊടുക്കുക അത്രേ. ചവിട്ടി കാലുകൊണ്ട് ചവിട്ടിയിട്ടാണ് ആ ഭക്ഷണത്തിന്റെ നിക്കുന്ന സ്ഥലത്ത് കയറിയിരിക്കുന്നത്. അനുമോൾ ഇരിക്കാന്നെങ്കിലും ചോദിക്കും, ഇത് ചവിട്ടി കാലുകൊണ്ട് ചവിട്ടി കയറിക്കുക. അനുമോളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മോശമായിട്ട്. അതെ, അത് ക്യാപ്റ്റൻ ആയിട്ട് നിന്നിട്ട് അത് പോട്ടെ. കഴിഞ്ഞ എപ്പിസോഡ് അപ്പൊ ഇന്നിപ്പോ അനുമോള് ഞാൻ പറഞ്ഞു അനുമോള് ചെയ്യുന്ന പ്രവൃത്തി കൊള്ളാം. എല്ലാവർക്കും ഫുഡ് വളരെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള. പിന്നെ അത് മാത്രമല്ല കിച്ചൺ ടീമിന് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്ന അനുമോളാണ്. വേറെ കാര്യമുണ്ട്, അനുമോള് വേറെ ആരെയും അടുപ്പിക്കൂല. അനുമോള് വേറെ ആരും ഈ പരിപാടിക്ക് വന്നാലും അനുമോൾ എന്ത് വരും അറിയാം, എന്തേ എപ്പോടെ ഈ സാധനം അടിച്ചിട്ട് വിടും. അല്ലാതെ ചിലവർക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ നല്ല ഒരു ഇത് കിട്ടുന്നുള്ളൊരു തോന്നുന്നു. നല്ല മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് അനുമോൾ, നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. പക്ഷെ അത് ബാക്ക് ഫയർ ആണ് പ്രശ്നം. ചിലവർക്കുണ്ട് ഞാൻ മാത്രം അടുക്കളയിൽ നിന്നാക്കി മതി, വേറെ ആരും സഹായിക്കേണ്ട പറയുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ അനുമോൾ ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് കരച്ചിൽ, കരക്കരയോ കരകര ആരും തുടങ്ങി, അനുമോള് കരച്ചിൽ തുടങ്ങി. അതിനുശേഷമാണ് പിന്നെ നമ്മളെ അടുത്ത പരിപാടി വന്നത് നോമിനേഷൻ. നോമിനേഷൻ പ്രക്രിയന്റെ ഭാഗമായിട്ട് ജിസേലും ജയിൽ നോമിനേഷൻ. അത് സ്വപ്ന കോംബോ ആണ് ആരെ സംബന്ധിച്ചിടത്തോളം, ഒനിയനെ സംബന്ധിച്ചിടത്തോളം. ഒനിയൻ മോനെ, ഒനിയൻ ഞാൻ ആ വീഡിയോ ചെയ്തത് കണ്ടില്ലല്ലോ. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒനിയില് അക്ബർ ഇന്നലെ നടന്ന ടാസ്കിനിടയിൽ ഗിസേലിനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒനിയിൽ ആദ്യം വന്നപ്പോഴും അല്ലെങ്കിൽ ഒനിയിലെ ഒരു പൊതുവേ ഉള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരാള് എന്നുള്ളതാണ്. ഇവൻ ഇപ്പൊ ഈ റന ഫാത്തിമേനോട് പോയിട്ട് അടിക്കുന്ന അടിയും പിന്നെ ഈ പിന്നെ ഇമാതിരി എന്താ പറയാ കുലപുരുഷൻ കോൺസെപ്റ്റില് ഷാനവാസിനെ പോലെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ഈ സാധനമൊക്കെ കാണുമ്പോൾ ഇവൻ പ്രോഗ്രഷൻ പോയിട്ട് പ്രോഗ്രഷന്റെ 7 അൽവക്കത്ത് വരാത്തൊരു പട് എന്താ പറയാ കുലാന്നും പറയാൻ പറ്റില്ല. ഇല്ലല്ല, ഷാനവാസിൽ നിന്ന് ഒനിയിൽ കിട്ടണമെന്നില്ല. ബേസിക് നേച്ചർ അവന്റെ മനസ്സിനകത്ത് അങ്ങനെ കാണും. പ്രോഗ്രഷനൊക്കെ വെറും ഫേക്ക് ആയിട്ട് വെച്ച് നടക്കായിരിക്കും പുറത്ത്. മനസ്സിലായോ? സ്വന്തം ജീവിതത്തിൽ എന്തിനൊക്കെ വിളിച്ചു പറയുന്നത് ആ കുട്ടീനെ വളരെ മോശമായിട്ടാണ്. അതൊരു അതെന്താ പറയാ, ആ കുട്ടീന്റെ അതിനേക്കാളും വലിയ വായില് വർത്താനം പറയുമ്പോൾ പറ്റണില്ല. അതാണ് ഒനിയിലെ ഇരിപ്പും നടപ്പും വർത്താനൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഒനിയിൽ മറ്റേ ഇവരൊക്കെ പോകുന്ന മാതിരി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോകുന്ന മാതിരിയുള്ള നടത്തൊന്നുമല്ല. ഓന് വേണ്ട, ഓനോ ആർക്കൊക്കെയോ വേണ്ടിട്ട് പിടിച്ചു കൊടുത്തിട്ട് ബിഗ് ബോസിൽ ഇട്ട പോലെയാണ് ഓന്. ഇന്നലത്തെ ഒക്കെ ഭയങ്കര ഷാർപ്പ് സംസാരമുണ്ട്. പക്ഷെ ഡിബേറ്റിന്റെ ഒക്കെ സമയത്ത് നല്ല ഷാർപ്പായിട്ട് സംസാരിക്കും. പക്ഷെ അല്ലാത്ത സമയത്ത് അവരെ വായിലിട്ട് അടയ്ക്കാൻ വേണ്ടി അവര് തരം താഴ്ത്തിയ രീതിയിൽ സംസാരിക്കുക. തേർഡ് റേറ്റ് വർത്താനാണ് ആ റെനോടൊക്കെ പറയുന്നത്. ഒന്നും റെന ചൊറിയുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നത്. പക്ഷെ റെന ചൊറിഞ്ഞാലും ഒരാളോട് അങ്ങനെ ഒരു സാധനമില്ലേ പറയുന്നുണ്ട്, അതിനൊക്കെ എക്സ്ട്രീം വിട്ടിട്ടാണ് അബി ആണെങ്കിലും ഒനിയിലാണെങ്കിലും ഒനിയിലെ കുറച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു സൈഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ ബേസിക് ആയിട്ട് ഇവരെ എന്താ പറയാ ഗിസേലിനെ എടുത്ത് പറയാൻ എല്ലാവർക്കും ഒന്ന് രാവിലെ കാപ്പിപ്പൊടിന്റെ സാധനം കൂടി ആയതുകൊണ്ട് എല്ലാരും കൂടി പിന്നെ അത് ഗിസേലിനെ വെച്ചു കൊടുക്കും. ഒനിയിൽ ഇതും പറഞ്ഞിട്ടുണ്ട്, നിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നു റെനോട് പലതും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ബാക്കിയുള്ള വീട്ടിലുള്ള ആൾക്കാരൊന്നും ഇതിൽ ഇടപെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്. ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് പോയി പറയുന്നുണ്ട് കേട്ടോ, മോളെ നീ വീട്ട് ഇവനോ പറഞ്ഞാൽ മനസ്സിലായി, നീയെങ്കിലും ഒഴിവാക്കി പറയുന്നുണ്ട്. പക്ഷെ മറ്റോ വീട്ടില്ല. പക്ഷെ തലമണ്ട അടിച്ചു പൊട്ടിക്കാണ്ട് ഒരു നേരം എന്തെങ്കിലും കയ്യബദ്ധം പറ്റി കഴിഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ദേഷ്യമൊക്കെ വന്നിട്ട് അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇവള് അടിക്കുന്നത് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അതും ചെയ്യുന്നത് അത് പ്രൊവോക്ക് ചെയ്യാണ്. ആ പ്രൊവോക്കേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചാടിക്കേറി കുത്തിക്കളിച്ച് ആ സാധനം പോയി നോക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ക്യാപ്റ്റൻ ശരിക്കും ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യമാണ്. കാരണം തലമുണ്ട അടിച്ചു പൊട്ടിക്കാന്നൊക്കെ പറയുമ്പോൾ അതെന്തായാലും അത് മോശപ്പെട്ട കാര്യം തന്നെയാണ്. അത് മാത്രല്ല റെന അതിനിടയില് കഴിഞ്ഞ ദിവസം ടാസ്ക് റൂമിൽ ചെന്ന സമയത്ത് ഇവന്റെ നെഞ്ഞത്ത് കയറിയുണ്ട്.
ചാടി പിടിച്ച് മാന്നിട്ട് കണ്ടു പുറത്തേക്കേറ്റ്. അതൊക്കെ ഒനീലിനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. ആ കരഞ്ഞു ചിരിച്ചു സീനിന്റെ മുകളിൽ അത് ഭയങ്കര പൊട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ അവരടി ഒരു സൈഡിൽ കൂടി പോകുമ്പോ വീണ്ടും ഒനീൽ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തി. ക്യാപ്റ്റൻസി എന്തിനാണ് അപ്പാണീനെ എന്തിനു നിർത്തി എന്നൊക്കെ ചോദിച്ചിട്ട് ഒനീലിന്റെ കണ്ടന്റ് മെയിൻ ആയിട്ട് അപ്പാണി റെനയാണ്, പിന്നെ ഗിസൈലിനുള്ള പ്രേമം. ഈ സാധനത്തിന്റെ മുകളിൽ പിടിച്ചിട്ട് ചങ്ങായി നിൽക്കുന്നത്. ടാസ്ക് ഒന്നും കളിക്കുന്നില്ല. ടാസ്കിലൊക്കെ ആ മഡ് ടാസ്കിലൊക്കെ വന്ന് നിന്നിട്ട് വെറുതെ പുറത്ത് നിന്നിട്ട് അക്ബർ എന്താ ചെയ്യണ മറ്റോ എന്താണ് ചെയ്യണത് നോക്കി നിന്നിട്ട് അതിന്ന് എന്തെങ്കിലുമൊക്കെ കഴപ്പ് വർത്താനം ഉണ്ടാക്കിയിട്ട് ആ വീട് ഫുള്ള് വരുത്താനാണ് നിൽക്കുന്നത്. മറ്റേ ആളുണ്ട് എന്തായാലും. പിന്നെ അതേപോലെ ഷാനവാസ് ആണെങ്കിൽ അപ്പുറത്ത് നിന്നിട്ട് നമുക്ക് ഗ്രൂപ്പിസം പൊട്ടിക്കണം ഒനീലും പറയാം. അവര് ഗ്രൂപ്പ് എന്നിട്ട് ബാക്കിയുള്ളവരെ ഗ്രൂപ്പ് തകർക്കുക. എന്തൊരു രസമായിട്ട് പറയണത്. ഒനീൽ അവിടെ റൂമിൽ എന്നിട്ട് പറയണ്ടല്ലോ ഷാനവാസിനോട് അഭിലാഷം നമുക്ക് ആ ഗ്രൂപ്പ് തകർക്കണം, ഇവര് നമ്മളെ പൊട്ടന്മാരാക്കാണ്, നാട്ടുകാരെ പൊട്ടന്മാരാക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു ഗെയിമല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പണിപ്പുര പോകാനുള്ള സമയമായപ്പോൾ ഇവരെല്ലാരും കൂടി പണിപ്പുരയിൽ കയറിപ്പോയി. അവിടെ ഒനീൽ മൂഞ്ചി വീണു, കൈയൊക്കെ പൊട്ടി. വീഴുന്നൊക്കെ മനുഷ്യൻ വീഴും. പക്ഷെ എന്താ അറിയോ, ആദ്യം ഞാൻ പിടണം, ഞാൻ പോണം, ഞാൻ പോയി അവിടെ തീരുമാനാക്കുന്ന പറഞ്ഞിട്ട് മാസമായിട്ട് അതിന്റെ മുന്നിൽ അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ ഡയലോഗ് അടിച്ചിട്ടാണ് കയറിപ്പോയത്. ഒരു സാധനം പോലും കൊണ്ടുവരാൻ ഒനീലിനെ കൊണ്ട് പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ ഫാക്ട്. ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. അവിടുന്ന് വീണിട്ട് അവസാനം നീച്ച് വന്നിട്ട് അവിടെ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതിലും എനിക്ക് തോന്നുന്നത് കുറച്ച് കൂടുതൽ സാധനങ്ങൾ കൊടുക്കുന്നത് ഗിസൈലാവുന്നുണ്ട് അല്ലെ. ഗിസൈൽ കുറെ സാധനങ്ങൾ അടിച്ചു മാറ്റി കൊടുത്തിട്ടുണ്ടായിട്ടുള്ളത്. ഫാസ്റ്റ് ആണ്. അനീഷ് കൊടുത്തിട്ടുണ്ട്. അനീഷ് അത്യാവശ്യം സാധനങ്ങളൊക്കെ അനീഷ് ടാസ്കിലൊക്കെ നല്ല ഉഷാറാണ്. കമ്പയർ ചെയ്യുമ്പോൾ അനീഷിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ ഓരോ സാധനം വരുമ്പോ ട്വിസ്റ്റ് ചെയ്ത് പറയാനും അറിയാം. ട്വിസ്റ്റ് ചെയ്ത് പറയുന്നതല്ലടി, അയാളൊരു അഡമന്റ് സ്റ്റാൻഡിലുള്ള ഒരു വ്യക്തിയാണ്. അയാൾ വിചാരിച്ചതേ അയാൾ ചെയ്യും. അയാൾ വിചാരിച്ചതിന് അപ്പുറം അയാൾക്ക് ഒന്നുമില്ല. അങ്ങനത്തെ ഒരാളാ. അപ്പൊ പിന്നെ ബിഗ് ബോസിന് എന്തായി, അങ്ങനെ സാധനം വരുമ്പോ എന്നാ ബിഗ് ബോസ് പോണ വഴിക്ക് പോട്ടെ, ഞാൻ ഇന്റെ വഴിക്ക് പോവാന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസും പോകും. പിന്നെ അത് കണ്ടന്റ് ആവും. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ അനീഷ് ഫാൻസിന് മാസ്റ്റർ മൈൻഡ് ആക്കാം. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ബാക്കി നമുക്ക് എന്താ മനസ്സിലാവുന്നത്, അനീഷ് ഒരു ഒറ്റ ബുദ്ധിയാണ്. അങ്ങനെ പോവും. ആ പോണ വഴിക്ക് കിട്ടില്ല. ബിഗ് ബോസും കൂടി നമ്മളെ പറ്റിക്കാൻ നോക്കുന്നൊക്കെ. അനീഷ് രസാണ്. രസത്തിന് കുറവൊന്നുമില്ല. ഇപ്പൊ ആ ഒരു ചൊറി കണ്ടന്റ് ഒക്കെ മാറി ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. എന്നാലും അടിക്കാൻ പറ്റിയ ഷാനവാസിന് മരക്കഴുതേ വാൽമാക്കറി എന്നൊക്കെ വിളിക്കാൻ നല്ല രസമുണ്ട്. അവരെ ബ്രൊമാൻസ് രസമാണ്. പിന്നെയാണ് ശാരിക പൊട്ടിയത്. ശാരികനെ അക്ബർ പൊട്ടിച്ചു. അതാണ് സത്യം. ശാരിക ഹോട്ട് സീറ്റ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഡയലോഗ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനീഷ് പറഞ്ഞ് ഹോട്ട് സീറ്റ് കളിച്ചതല്ല, ബേസിക്കലി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നതിൽ ഡിവോഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അനീഷ് ഡിവോഴ്സ് ആണല്ലോ. അനീഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ രണ്ടുപേരും എന്താണ് കാരണക്കാരാണെന്നുള്ള സംഗതി, അത് എല്ലാത്തിലും അപ്ലിക്കബിൾ അല്ല. മനസ്സിലായി? എല്ലാ കേസിലും അങ്ങനെയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഭയങ്കര പ്രോഗ്രസീവായി ചിന്തിച്ച് പ്രോഗ്രഷന്റെ മൂത്താപ്പ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് ആര്, ഈ പറഞ്ഞ ശാരിക ചാനലിലൊക്കെ വരുന്ന വർത്താനം പറയുന്ന പ്രോഗ്രഷന്റെ എൻഡ് ശാരികയാണ്. പ്രോമാക്സ് വേർഷനാണ് ശാരിക. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇത് കംപ്ലീറ്റ് സാധനങ്ങളും ഉണ്ട് ശാരികയ്ക്ക്. ആ ശാരിക ഒന്നും അല്ലാത്ത രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞു. അനീഷ് പറഞ്ഞ സാധനം ശരിയാ അവിടെ കയറി പിടിച്ച് അക്ബർ കയറി പിടിച്ചു. കറക്റ്റ് ചോദ്യമല്ലേ ചോദിച്ചേ. കള്ളു കുടിച്ചൊരു വീട്ടില് ഒരു കള്ളുകുടിയൻ വരുമ്പോ ആ കള്ളുകുടി കാരണം ഫുള്ള് ഉപദ്രവം സഹിച്ചൊരു ലേഡി, അതെങ്ങനെയാണ് അത് ആ ലേഡീന്റെ ഭാഗത്ത് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് തെറ്റെന്താ വരും? അതിന് ശാരിക കൊടുത്തൊരു എക്സ്പ്ലനേഷൻ എന്താ അറിയോ, അങ്ങനെ കള്ളു കുടിച്ചു വരുന്നൊരു കള്ളുകുടിയന്റെ ഭാര്യ സ്നേഹത്തിലാണോ ആ തല്ല് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ, അത് അവരുടെ ചോയ്സ് അല്ലേ. കോൺടെസ്റ്റ് മനസ്സിലാവണില്ലേ ഈ ശാരികയ്ക്ക്? എനിക്ക് മനസ്സിലാവണില്ല. ശാരിക എന്തോ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വാവിട്ട വർത്താനം പറയുന്നുണ്ട്. ശാരിക പറയുന്നത് എന്താ, ഇത് ഡിവോഴ്സിന് കോടതിയിലെത്തിയ കേസിനും അല്ലെങ്കിൽ ഡിവോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നവരെ കുറിച്ച് അല്ലല്ലോ അവിടെ പറയുന്നത്. അവിടെ ഡിവോഴ്സ് കേസിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ ശാരിക അടാപടലം മൂഞ്ചി. ഇനി ശാരിക മൂഞ്ചാൻ പോണത് എവിടെ അറിയോ? അക്ബർ ഇട്ട് കൊടുത്ത പാട്ട്. ബിഗ് ബോസ് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് ശാരിക എവിടെ പോയാലും സാധനം പിന്നിന്ന് പോകൂല. അതങ്ങനെ കിടക്കും. അതൊരു വല്ലാത്ത കൊടുപ്പാണ് കൊടുത്തു വെച്ചിട്ടുള്ളത്. ഒന്നൊന്നര കൊടുപ്പാണ് ഇത് കൊടുത്തത്. അത് ഇട്ടിപ്പത് കിട്ടിയിട്ടുണ്ടെന്നാണ് ശാരികയ്ക്ക്. ഇപ്പൊ ലൈക്ക് എന്താ പറയാ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം. ഫോർ മീ ശാരിക ഈ ആഴ്ച
പുറത്താണ്. എനിക്ക് തോന്നുന്നൊരു 5000-6000 വോട്ട് പോലും കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. ഷാരിഖും കലാഭവൻ സരിക്കും ഈ 2 സാസമാരും പുറത്താനുള്ള ചാൻസ് എന്തായാലും ഡബിൾ എവിക്ഷൻ ആയിരിക്കും ഈ ആഴ്ച. കാരണം കഴിഞ്ഞ ആഴ്ച ശൈത്യ അവിടെ നിന്നല്ലോ. അല്ല ശൈത്യ നിന്നോട്ടെ, ശൈത്യക്ക് അത്യാവശ്യം എന്താ അറിയോ, കുരുട്ടുണ്ട്. പിന്നെന്താ പറയാ, ശൈത്യ കയറി വരും തന്നെ എനിക്ക് തോന്നണേ. ശൈത്യക്ക് കുരുട്ടുണ്ട്, അപ്പൊ പറയുന്ന മാറ്റി പറയാനും പറ്റുന്നുണ്ട്, ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് പോയി പറയുന്നുണ്ട്. എവിടെയോ ബിൻസി പോയ ഗ്യാപ്പില് അപ്പാനീനായിട്ട് ഒരു കോംബോ പിടിക്കാൻ ശ്രദ്ധിക്കണ്ടോ എനിക്കൊരു ഡൗട്ട്. ശൈത്യ എവിടെയോ എനിക്കൊരു ഡൗട്ട് ഉണ്ടത്. അപ്പാനി എന്തായാലും കൂടോത്രത്തിന്റെ മുകളിൽ കിളി പോയി നടക്കുകയാണ്. അനുമോള് കൂടോത്രം ചെയ്തു എന്നാണ് അപ്പാനി പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു അപ്പാനി അറിയാം ഞാൻ ഈ ബിഗ് ബോസ് അല്ല അപ്പാനി ഇപ്പൊ എന്താ പറയാ, ഞാൻ ഈ ബിഗ് ബോസിൽ ഫുള്ള് ചെയ്യണത് അനുമോള് കൂടോത്രം ചെയ്തതിന്റെ എഫക്റ്റ് ആണ്. എന്താ അറിയോ, അനുമോള് എന്ന് പറയാൻ പറ്റില്ല, പുറത്തുനിന്ന് അനുമോക്ക് വേണ്ടി ആഹാരം അങ്ങനെയും പറയാം. എന്താ അറിയോ, ഇനി എന്റെ കമന്റ് ബോക്സിൽ കഴിഞ്ഞ വീഡിയോ കമന്റ് ബോക്സിൽ ഉണ്ട്, ഈ കൂടോത്രം സാധനം കാണണമെങ്കിൽ എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടാതിട്ടാണ്. ഇത് അനുമോള് മറ്റേ ഇതിന് സ്റ്റാർ മാജിക്കിലുള്ള സമയത്ത് അനുമോളെ മുട്ടക്കൂടോത്രം എന്ന് പറയുന്നത് എല്ലാരും. ഈ അപ്പാനി അതൊക്കെ കണ്ടിട്ടാണോ ഈ കേറി പോന്നിക്കണെന്ന് അറിയാൻ പാടില്ല. മനസ്സിലായോ? വേറെ ആരായിട്ടുള്ളൊരു പ്രേമവും പറഞ്ഞു. ആരായിട്ട് പ്രേമം അനുമോള് വെറുതെ അവര് തങ്കച്ചനായിട്ടുള്ള ഒരു കോംബോ. അതായത് മുട്ടക്കൂടോത്രമൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ മുട്ടക്കൂടോത്രം ഫേമസ് അത്ര. ഇനി അത് കണ്ട് പേടിച്ചു പോകുന്നതാണ് അപ്പാനി സ്ഥലത്തൊന്നും പറയാൻ പറ്റുന്നില്ല എന്നാണ് കമന്റ് ബോക്സിൽ പലരും പറയുന്നത്. അപ്പൊ ഇതേ അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടായിട്ടുണ്ട്. ശരത്ത് പെർഫോം ചെയ്യാതിരിക്കുന്നത് ഈ പറഞ്ഞ അനുമോള് കാലില് വീണതിന് ശേഷം കൂടോത്രം കയറി എന്നുള്ളത് പറഞ്ഞിട്ടാണ്. അതിന്റെ ഇടയിൽ ശൈത്യം പോയിട്ട് പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു സൈഡില് കൂടോത്രം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശൈത്യം അനുമോളായിട്ട് ഒരു ബന്ധമില്ലല്ലോ, ഒന്നുമില്ല. ഏതാ ഒരു സാധനം അറിയോ, അത് പറഞ്ഞപ്പോഴത്തേക്കാണ്ട് മാറി സ്വഭാവം ഫുള്ള് ഇങ്ങോട്ട് തിരിഞ്ഞു. ഇപ്പൊ എന്താണെങ്കിലും അങ്ങനെ ആ ഒരു അടി, ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞുള്ള അടിയില് ആര് പൊട്ടി? ഷാരിക പൊട്ടി, അനീഷും പൊട്ടി. അനീഷ് പിടിച്ചൊക്കെ പറ്റില്ല. അനീഷ് കള്ളൻ എന്ത് അറിയാണ്, ഷാരികനെ നെഞ്ഞിലേക്ക് എല്ലാരും കയറുന്നതാണ്. അപ്പൊ അനീഷാണ് സ്കൂട്ടായി. അനീഷിനാണ് ശരിക്കും ആ പൊങ്കാല കിട്ടേണ്ടത്. ആ പൊങ്കാലന്ന് കഴിച്ചിലായിട്ട് അനീഷ് മാറി. അനീഷിന്റെ അടുത്തേക്ക് ആര് പോയില്ല? അക്ബർ പോയില്ല. പക്ഷെ ആദില മാത്രം അനീഷിന്റെ അടുത്ത് പോയ. ആദില കുറെ നേരം നിന്നു അനീഷിന്റെ അടുത്ത്. പക്ഷെ അനീഷ് നൈസായിട്ട് ഒന്നും മിണ്ടാതെ മറ്റേ ആകാശിക്ക് അനീഷ് വല്ല സ്കൂട്ട് അടിച്ചു. അതായത് ബുദ്ധി. ശാരിക ഫുള്ള് നെഞ്ചത്ത് മേടിച്ച് വെച്ചിരുന്ന് ലാസ്റ്റ് പോകാൻ നേരത്തെ ഒരു ഡയലോഗ് 10 വട്ടങ്ങളോ അതെ ഇട്ടിട്ട് പോകാൻ പോയില്ലല്ലോ. അപ്പൊ എന്താ ഓന്റെ ഫാൻ പവർ അത് എനിക്ക് കുറച്ച് ദിവസമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താ പറയാ, ശാരിക ഭയങ്കരമായിട്ട് ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനീഷിനെ തൂക്കി പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു കുറെ ദിവസം. അപ്പൊ ശാരികക്ക് ബേസിക്കലി ബിഗ് ബോസ് റിവ്യൂവും ബിഗ് ബോസും കുറച്ച് കാലമായിട്ട് പുറത്തിരുന്നിട്ട് അനലൈസ് ചെയ്യാണല്ലോ, ബാക്കിയുള്ളവരെ പോലെ അല്ലല്ലോ. അപ്പൊ എന്തൊക്കെയാ എങ്ങനെ ഇപ്പൊ കുറെ വട്ടം എലിമിനേഷനിൽ പോയിട്ട് 3 ആഴ്ച വരുത്താൻ പോവാതെ പുറത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ സപ്പോർട്ട് പുറത്തുണ്ടെന്നുള്ളത് ഒരു തോന്നല് വരുമല്ലോ. അപ്പൊ അത് കറക്റ്റ് ശാരികക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇനിയിപ്പോ ഈ ശാരിക പറഞ്ഞതിൽ നിന്ന് അതെന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും കണ്ടറിയണം, എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെയാണ് അടുത്തത് നമ്മളുടെ രാത്രിയത്തെ ജയിൽ ടാസ്ക്. ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ടഫസ്റ്റ് ജയിൽ ടാസ്ക് ആണ് ഈ പരിപാടി. കിളി പാറും. പക്ഷെ അവരൊന്നും ചെയ്യാതെ കിടന്ന് ഉറങ്ങി. ലാസ്റ്റ് 5 മണിക്കൂർ അവര് കൊട്ടിയിരുന്നു. ഭയങ്കര സംഭവമാണ്. 5 മണിക്കൂർ മിനിറ്റും 60 കൊട്ടി. പിന്നെ എന്താ 60 ഒരു മിനിറ്റ് അവൻ, പിന്നെ അത് അടുത്തത് 60 നിർത്താനും പറഞ്ഞിട്ടില്ല. നിർത്താൻ പറയില്ലല്ലോ. നാളെ രാവിലെ ബിഗ് ബോസ് ചോദിക്കുമ്പോ സമയം പറഞ്ഞു കൊടുക്കണം, എന്നാലേ നിർത്താൻ പാടുള്ളൂ. 3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഫർ ഉള്ളൂ, പ്ലസ് ഓർ മൈനസ്. ഭയങ്കര ടഫ് ടാസ്ക് ആണ്. ഒനീലിന് വയ്യ, ഒനീലിന് ടാസ്ക് ചെയ്യാൻ തന്നെ വയ്യാടെ കണക്ക് എന്നുള്ള മാതിരി. ഒനീലിന് ഒന്നിനും വയ്യ. ഗിസേല് പിന്നെയും കൊട്ടിയിരുന്നു കുറെ നേരം. ലാസ്റ്റ് ഒനീല് കിടന്നു തുടങ്ങിയപ്പോ ആര് കിടന്നു തുടങ്ങി? ഗിസേലും കിടന്നു ഉറങ്ങി. ഒരു വഴിക്ക് ആയിട്ട് സൈഡ് ആയിട്ടുണ്ടെന്നാണെങ്കിലും. അപ്പോ ബാക്കി ഇനിയിപ്പോ ലൈവിലല്ലേ, ബാക്കി അല്ല അക്ബറിന്റെ കാര്യത്തിൽ ഞാൻ കാര്യം പറയാം. ഈ ഒനീൽ ഇപ്പൊ ഈ ഗിസേലിനെ പിടിച്ചു എന്ന് പറയുന്ന കേസിന് ഗിസേലിന് എന്തില്ല, ഒരു തരത്തിലും കംപ്ലൈന്റ് ഇല്ല. പിന്നെ ഇത് ബിന്നി ചോദിച്ചിട്ടുണ്ട് ഗിസേലിനോട്, ഗിസേൽ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. ഷാരിക്ക് ഇത് മൊന വെച്ചിട്ട് ആരോട് പറയുന്നുണ്ട്, ഈ ഒനീല് പറഞ്ഞത് ഷാരിക്ക് അറിയാം. അത് ആ അടി ഉണ്ടായ സമയത്ത് ആരോട് പറയണ്ട, എന്റെ ഇതൊക്കെ എനിക്കറിയാം. ബിഗ് ബോസിന്റെ എല്ലാ ഗെയിമുകളും എടുത്തു. ആണ് പെണ്ണ് പറഞ്ഞ ജെൻഡർ ഡിഫറൻസ് ഒന്നും ഇല്ല. ആണും പെണ്ണൊക്കെ കളിക്കും. ഇന്നലെ എന്താ ചെയ്ത അനുമോള് ഫുള്ള് സാധനം കൊടുത്തിട്ട് മറ്റേ ഇതിന്റെ ഇടയിൽ കുത്തിത്തിരികി കൊടുന്ന്.
ബാക്കിയുള്ളവർക്ക് ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഓബിയസ്ലി ഡ്രസ്സിന്റെ ഉള്ളിൽ കൈയിട്ടല്ലേ പറ്റൂ. അപ്പൊ അത് ചെയ്യാതിരിക്കേണ്ടത് ആരാ? അവരാണ്. അല്ലാതെ പിന്നെ ഡ്രസ്സിന്റെ ഉള്ളിൽ പിന്നെയും കൈയിട്ട് പറഞ്ഞിട്ട് കരഞ്ഞു വന്നിട്ട് വല്ല കാര്യമുണ്ട്? പിന്നെ ആ മടിന്റെ ഇടയിൽ അവരതൊന്നും നോക്കുന്നില്ല, പിടിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരൊന്നല്ല. സാബുമോൻ എങ്ങാണ്ട് ചെയ്തിട്ടില്ലേ ഡ്രസ്സിന്റെ ഉള്ളിൽ മറ്റേ എന്താ കീ എടുക്കുക എന്തൊരു പരിപാടി? എന്തോ സീനുണ്ട് സീസൺ ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല ശരിക്കും. അറിയുന്നവരാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോ എന്തോ ചെയ്യുന്നു പറഞ്ഞു, എന്തോ സീൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. ഇതിപ്പോ എന്താ വെച്ചാൽ ആ സമയത്ത് അതൊന്നല്ലല്ലോ ചെയ്യുക. അവര് ഗെയിം കളിക്കുമ്പോ ഗെയിമിൽ കളിക്കും. ഇതിൽ അക്ബറിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന വിളിക്ക് തോന്നാറുണ്ട് കൂടുതലും. അങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്ത് പിടിക്കാൻ നോക്കി. അക്ബറിന് ഇത് എപ്പോ മുതൽ തുടങ്ങിയത്? അക്ബറിന്റെ വൈഫ് വരെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഭയങ്കര മോശമാണ് ഷാനവാസ് അക്ബറിനെ കുറിച്ച് പറയുന്നത്. ഗിസൈലിന്റെ നോട്ടം ശരിയല്ല എന്നുള്ളത് ഗിസൈലിനെ അനുമോള് പറഞ്ഞു. അനുമോള് പിന്നെ അത് മാറ്റി പറഞ്ഞു. ഷാനവാസ് ഗിസൈലിനെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ അതാ ഇത് ഒനീല് അക്ബറിന് ഇങ്ങനെ ഈ പേരും പറഞ്ഞിട്ട് ഭയങ്കര ചീത്തക്കാരൻ. അങ്ങനെ അക്ബറിനെ ഒനീല് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒനീൽ ഇന്ന് മറ്റേ ജയിലിൽ കയറിയിട്ട് പറഞ്ഞ വർത്താനം എന്താ? എനിക്ക് സന്തോഷമായി മറ്റോളപ്പാരൊപ്പം ഗിസൈലിനൊപ്പം ഒറ്റ ഇതിന് ജയിലിൽ എടുക്കാൻ പറ്റിയത്. അത് ഏത് സെൻസിൽ വേണമെങ്കിലും നമുക്ക് ബാക്കിയുള്ള പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞൂടെ? അത് ഏത് രീതിക്കും അത് വളച്ചൊടിച്ച് കൊണ്ടുപോവാം. ഒനീലിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2-3 ദിവസം ചെയ്ത വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പഴപ്പുകേട് കണ്ടന്റ് ആക്കാൻ നടക്കുന്ന കുറച്ച് ആളുകൾ. ഇപ്പൊ എത്ര നന്നായിട്ട് കളിച്ചാലും ഷാനവാസ് ഇതേ പഴപ്പുകേട് കണ്ടന്റ് ആക്കുന്നുണ്ട്. ഇത് കണ്ടുപഠിച്ചാണ് ഇപ്പൊ ആര്? ഈ പറഞ്ഞ ഒനീല് ഇതേമാതിരി പഴപ്പുകേട് കണ്ടന്റ് ആക്കാൻ അതിനകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അധികകാലം സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. ഭയങ്കര പാടായിരിക്കും. ലാലേട്ട് ചോദിക്കേണ്ട കാര്യമാണ് ഇങ്ങനത്തെ രീതിയിലൊക്കെ ഒരാളെ വ്യക്തിഗത ചെയ്യുന്നത്. നാളെ അത് പുറത്തുനിന്നുള്ള ആളുകൾക്ക് ചിലപ്പോ പല ആംഗിൾ കാണുമ്പോഴോ സംഗതി കാണുമ്പോഴോ പല രീതികൾ എന്തെങ്കിലും ഊഹാപോഹം പറയാം. അവരുണ്ടാക്കുന്ന രസം പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ വീണ്ടും പറയുന്നവർ കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇത് ഉള്ളിലുള്ള ഈ ചെങ്ങായിക്ക് ഇതിൽ എന്ത് ഇതിനെ കുറിച്ച് അല്ല ഒന്നുമില്ല. ഇത് എന്തെങ്കിലും സത്യസന്ധമായ കാര്യം ഉണ്ടെങ്കിൽ രസം ഉണ്ടായിരിക്കുക. ഇതൊന്നും കാണാതെ അവൻ നോട്ട ശരിയില്ല, അവൻ കയറി പിടിച്ചു മറ്റേ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എന്ത് വെച്ചിട്ടാണ്? ഒരു ഗെയിം കളിക്കുമ്പോൾ അവിടെ ഇവിടെ തൊടലും പിടിക്കലൊക്കെ ഉണ്ടാവും. അതിനെ ഇങ്ങനെയൊക്കെ വേണ്ടാത്ത രീതിയിൽ പറയുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അവന്റെ സ്ട്രാറ്റജി ഉണ്ട് എന്തായാലും, അത് നമുക്ക് മനസ്സിലായ കാര്യമുണ്ട്. നീ നാളെ എന്തായാലും ഒന്നിൽ പൊട്ടിക്കാൻ നിൽക്കാന്ന് പറയണ്ട. അത് മാത്രല്ല ഇന്ന് നമ്മളെ അബിയുടെ വൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ചെരുപ്പെടുത്ത് വലിച്ചെറിഞ്ഞില്ലേ ചെരുപ്പ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടോ. ഡെഫിനറ്റ്ലി ലാലേട്ടൻ എന്ത് ചെയ്യണം? അത് ചോദിക്കണം. ചോദിക്കാതെ ഇവിടെ റംസാൻ അതേ പരിപാടി ചെയ്ത ഓർമ്മ ഉണ്ടല്ലോ. പണ്ട് റംസാൻ ഇത് കൊടുത്തത്, ശിക്ഷ കൊടുത്തത്. അല്ല ആരിനൊന്നും എനിക്കൊരു സ്റ്റാൻഡേർഡ് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ. വർത്താനൊക്കെ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ സംസാരിക്കാൻ പറ്റിയ ഒരാളാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ കാണിക്കാനൊക്കെ ഭയങ്കര ലോ. അല്ല നമുക്ക് കാണുമ്പോ അങ്ങനെ തോന്നുക, പക്ഷെ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര എന്തോ തറ സാധനങ്ങളാണ് ഫുള്ള് കാണിക്കുന്നത്. ഈ ചെരുപ്പെടുത്തെറിയൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര മോശത്തരല്ലേ തോന്നുന്നത്. ആ ഇമോഷണൽ ബേസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് അതെന്തൊരു ന്യായീകരണമാണ്. അത് ഒരു ഇതില്ലാത്ത ശരിക്കും പറഞ്ഞാല് ഒരു എന്തിനില്ല, ഒരു ഓപ്പോസിറ്റുള്ള ആളൊരു ബഹുമാനിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന സംസാരം പോലും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഈ ആഴ്ച കഴിഞ്ഞു അല്ലെ. വൺ ഓഫ് ദി വേർസ്റ്റ് ക്യാപ്റ്റൻസി ഓഫ് ബിഗ് ബോസ് എന്ന് വേണം പറയാൻ. ഞാൻ സത്യം പറയാ, ആര്യന്റെ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ചള്ള ക്യാപ്റ്റൻസി. ഷാനവാസും അനീഷും ഫാർ ബെറ്റർ ആണ്. ഇത് അലമ്പ് ക്യാപ്റ്റൻസി, ഭയങ്കര ഫേവറിറ്റിസം, ഭയങ്കരമായിട്ട് ഓരോ സാധനത്തിലും ഒരു സൗണ്ട് ഇല്ല എവിടെയും. ചുമ്മാ ഓരോന്നും ചെയ്യാൻ വേണ്ടി ജിസേലിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് നടക്കുക, അത് മാത്രം ബാക്കി എല്ലാവരും കുറ്റം. പക്ഷെ അതാണ് ഞാൻ ചിരിച്ച കാര്യമൊക്കെ ആണെങ്കിൽ എന്തൊരു മോശത്തരമാണ്. പിന്നെ എനിക്ക് ആ ഭക്ഷണത്തിന്റെ അവിടെ കയറി നിന്നിട്ട് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നിട്ട് സംസാരിക്കുന്നത്, അതൊക്കെ എന്തൊരു എന്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ അങ്ങനെ ഈ ആഴ്ച അല്ലേ അങ്ങോട്ട് തീരാണ്. 3 ആഴ്ച ആയിട്ടുണ്ട് അല്ലേ? 3 ആഴ്ചയായി. ഇനി നാളെ നമ്മുടെ ലാലേട്ടൻ നാളെ വന്നിട്ട് നല്ല രീതിയിൽ സംസാരിക്കണം. 4ാമത്തെ ആഴ്ച ഒരു മാസം ആകുമ്പോഴേ വൈൽഡ് കാർഡ് വരുന്നുണ്ടാവുള്ളൂ. അതും വൈൽഡ് കാർഡൊക്കെ വരുമ്പോ ഇനിയിപ്പോ എന്നാ ഒഴിവുള്ള ഇനി അടുത്ത ആഴ്ച എന്ത് മറ്റേ ഹോളിഡേ സാറ്റർഡേ സൺഡേ അല്ലാതെ പിന്നെ ഓണല്ലേ വരും. അടുത്ത ഓണത്തിന് മുന്നേ കയറ്റും. ലാലേട്ടൻ എപ്പിസോഡിൽ കയറ്റാൻ പാടാ വൈൽഡ് കാർഡ്. കയറ്റൂ? ഇല്ല എനിക്ക് തോന്നുന്നില്ല. ഗണേശ ചതുർത്ഥില്ലേ? അതൊന്നും കേട്ടൊന്നുമില്ല. അടുത്ത ബുധനാഴ്ച വ്യൂവർഷിപ്പ് ഉള്ള സമയത്ത് കയറ്റുക. ഇവിടെ കേരളത്തിൽ ഡബിൾ എവിക്ഷൻ വന്നു കഴിഞ്ഞാൽ നടുവ് കയറ്റുവേ. മനസ്സിലായോ? ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ വന്ന ആളെണ്ണം കുറയൂലോ. അടുത്ത ബുധനാഴ്ച വ്യാഴൊക്കെ ആയിട്ട് കയറ്റാനുള്ള ലാലേട്ടൻ വരുന്നതിന് മുന്നേ കയറ്റാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 4 ആഴ്ചയിൽ കയറ്റണം എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറ്റാനേ ചാൻസ് ഉള്ളൂ. ആരൊക്കെ കയറും എങ്ങനെയൊക്കെ കയറും എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഉണ്ടോ?
അല്ല എന്തെങ്കിലും പറയാൻ പാടില്ല, ഞാൻ പറയില്ല. ഓക്കെ ഗൈസ്, അക്ഷരങ്ങൾ പറയണോ? ഒന്നുമില്ല, ഞാൻ ഒന്നുമില്ല, നമ്മൾ അങ്ങനെ ചെയ്യരുത്, രസിച്ചായിട്ട് പൊട്ടിക്കില്ല. വയൽക്കാട് വരും, കാരണം 4 ആഴ്ചയിനുള്ളിൽ വയൽക്കാട് കയറണം. പിന്നെ ഫെസ്റ്റിവൽ ആവാനായി, ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഓബിയസ്ലി 2 ആളെ വെച്ച് കയറണം, എന്നാലേ പരിപാടി നടക്കൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് മേ ബി അടുത്ത ആഴ്ച എന്താണെങ്കിലും വയൽക്കാട് ഇന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞു വ്യൂവർഷിപ്പിന് ഏറ്റവും നല്ല ടൈം, ഒരു വ്യൂവർഷിപ്പിനുള്ള ടൈമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ, സൺഡേസ്, ഫ്രൈഡേ, അല്ലെങ്കിൽ അതിനിടയിൽ ഏതെങ്കിലും ഒരു മിഡ് വീക്കിൽ ഒരു നല്ല ഒഴിവുള്ള ദിവസമാണ്, ഫെസ്റ്റിവൽ ടൈമാണ്, എല്ലാവരും ബിഗ് ബോസ് വ്യൂവർഷിപ്പ് ആ സമയത്ത് വേണമെങ്കിൽ കയറ്റി വിടാം. അങ്ങനെയൊക്കെ പല രീതിയിൽ ഇതിൻ്റെ മേക്കേഴ്സിന് ഉണ്ടാക്കാൻ പറ്റും. സോ അതൊക്കെ ഗസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞേട്ടാ. അപ്പം എന്താണെങ്കിലും വയൽക്കാട് കയറുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ ചേഞ്ച് ആവണം. കാരണം എന്താ പറയുക, ഇതിനകത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാരികയാണെങ്കിലും കലാഭവൻ സരികയാണെന്നുണ്ടെങ്കിലും ഈവൻ രേണുസുതി, ഐ ഡോണ്ട് നോ, കലാഭവൻ സരികയും ശാരികയും കൊടുക്കുന്ന അത്ര പോലും കണ്ടന്റ് ആരും കൊടുക്കുന്നില്ല, രേണുസുതി കൊടുക്കുന്നില്ല. രേണുസുതി കംപ്ലീറ്റ് ഔട്ടിങ്ങെന്ന് ആലോചിച്ച് നോക്കി. ഈ ഇപ്രാവശ്യം ഇല്ല, അടുത്ത ആഴ്ച ഇനി രേണുസുദീനെ എങ്ങാണ്ട് പിടിച്ച് ക്യാപ്റ്റനാക്കി കഴിഞ്ഞുള്ള അവസ്ഥ വീണ്ടും പോയി. ഇപ്രാവശ്യം തന്നെ ജസ്റ്റ് ആർക്കോ രേണുസുദി എന്നൊക്കെ പറഞ്ഞ് അവിടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടി, പിന്നെ എസ്കേപ്പാണ്. എന്താണുള്ള രേണുസുദി ഒന്നുമില്ല, ഒരു സംഗതി നടക്കുന്നില്ല. രേണുവിന്റെ നിവിനും പറ്റപ്പോയി, കുറെ ചിരിപ്പിച്ചു. നിവിന്റെ ലൈൻ പോയി, നിവിനിപ്പോ കൺഫ്യൂസ്ഡ് ആ തോന്നുന്നു എനിക്ക്, എവിടേക്കോ ഇനി അടുത്ത ഞാൻ ഇങ്ങനെ പോണ എന്ത് കണ്ടന്റ്. നിവിന് അങ്ങനെ ഒരു തോട്ടാണ്. ബിന്നി ഇല്ല, ബിന്നി കംപ്ലീറ്റ്ലി ലൈവിലാണെങ്കിലും കുറവാ. ഒന്നാമത് ഒരു വർത്താനം പറയുന്നത് കുറവാ, രണ്ടാമത് ഇതിലില്ല. ബിന്നിന്റെ എന്തായാലും നമ്മള് പറഞ്ഞില്ലേ, അത് ഒരു ഇതത്ര ടങ്ക്, എനിക്ക് തോന്നിയത് അത് ബിന്നിക്ക് അതിന്റെ പ്രശ്നമല്ല. ടങ്ക് അല്ല, അവർക്ക് എന്താ പറയാ, അവരുടെ ഈ പല്ലിന്റെ ഇതില്ലേ, ഈ ഡെന്റിസ്ട്രീന് ഒരുമാതിരി, എനിക്കറിയില്ല അതിനെ കുറിച്ച്. ഇങ്ങനെ നമുക്ക് കുറച്ച് ബ്രോഡല്ല, അവർക്ക് കുറച്ച് ചുരുങ്ങിയ പോലെ എനിക്ക് തോന്നുന്നു. അവരുടെ നാവ് കറക്റ്റ് വരില്ല. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഈ ലോകത്തെ ഏത് ഭാഷ പറഞ്ഞാലും അവർക്ക് അങ്ങനത്തെ ഒരു ക്ലാരിറ്റി. ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറയണ്ടായിരുന്നു. എന്തോ അതിന് പേരും പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്താണെങ്കിലും അല്ലേ, അപ്പൊ അതന്നെ ആദിലാനോർ ഇല്ല, അങ്ങനെ ആദിലാനോർ ആദ്യം മുതലില്ല, ആദിലാനോർ ആദ്യം മുതലേ ഇല്ല. അതാണ്, അവരെ ആരും തൊടണമില്ല, അങ്ങോട്ട് ആരും പോണുമില്ല. ഞാൻ ഈ അനുമോളെ PR കുറിച്ച് പറയുന്നുണ്ട്, ആദിലാനോർക്ക് എന്താ PR ഇല്ലേ? അയ്യോ, ഹെവി വ്യൂസ് ഉണ്ട് അവർക്ക്. സി എന്താണെങ്കിലും ഒരു വൈൽഡ് കാർഡ് എൻട്രി പ്ലസ് ഈ ഗെയിമിനൊരു ചേഞ്ച് വരണമെങ്കിൽ ഒരു ലോങ് ടാസ്ക് കൊടുക്കണം. ഹോട്ടൽ ടാസ്ക് ഒക്കെ പോലെ ഒരു ലോങ് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി അല്ലേ സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കാണാൻ ബാക്കി. എന്തായാലും നല്ല രീതിയിലുള്ള സംസാരിക്കുള്ളൂ നാളെ. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമൊന്നും ഈ വീക്ക് ഏട്ടൻ തകർക്കുന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഐജിന്റെ കാര്യം എന്തായാലും ചോദിക്കണം, അതാണ് മെയിൻ സാധനം. ഈ വീക്കിൽ എന്റെ പ്രഡിക്ഷൻ പറയാം, ലാലേട്ടൻ ഗിസേലിനടിക്കും, ആര്യനടിക്കും, പിന്നെ ലാലേട്ടൻ ഒനീലിനെ പൊട്ടിക്കും. ഇനി തോന്നുന്നു ലാലേട്ടൻ ഈ സീസൺ തുടങ്ങിയിട്ട് ഏറ്റവും ഫയറുള്ള ലാലേട്ടനെ കാണാൻ പോകുന്നത് ഈ ശനി ഞായറായിരിക്കും. എനിക്ക് തോന്നുന്നില്ല, എന്റെ പ്രഡിക്ഷൻ അതാണ്, ഈ ലാലേട്ടനെ ആയിരിക്കും ചാൻസ് ഉണ്ട്. ലാലേട്ടന്റെ മൂഡിനനുസരിച്ചിരിക്കും, നല്ല മൂഡാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കും. ഏത് മൂഡ് ലാലേട്ടൻ എവിടെയാ അറിയില്ല. ലാലേട്ടൻ ഇവിടെ നോക്കി, ഇന്നലെ ആണെങ്കിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. കേസിലാണെങ്കിൽ മൂപ്പരവിടെ തന്നെയോ ഗൂഗിൾ ഗ്രാൻഡിലുണ്ടാവും തിരുവനന്തപുരത്ത്. പിന്നെ ചെന്നൈ പോയിട്ട് ഇനി നാളെ എന്തായാലും ഉണ്ടാവും. Okay guys. Bye bye.